സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് പുരുഷൻ്റെ പേരിലൊരു കമ്മീഷൻ ആവശ്യമാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. സാമ്പത്തികമായി ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരായാൽ പോലും ഇവരുടെ സ്ത്രീകളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അവർക്ക് നീതി ഉറപ്പാക്കണം. ഇപ്പം ആണും പെണ്ണും സമസമം ഒരേപോലെയാണ് എന്ന് എന്ത് പറഞ്ഞാൽ ശരി തന്നെ, ഈ വനിതകൾക്ക് കൊടുത്തിരിക്കുന്ന കേസിൽ ഒരു മുൻഗണന അത് അവർ ദുരുപയോഗം ചെയ്ത് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു കേസ് കൊടുക്കുകയും അവരുടെ മുൻഗണനയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് പുരുഷന്മാരെ കഷ്ടപ്പെടുത്തുകയാണ്. ഇതിനൊരു മാറ്റം വരണം. ഇതിന് മാറ്റം വരണം. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഒരു പുരുഷ കമ്മീഷൻ കേരളത്തിൽ ആവശ്യമാണ്. ലക്ഷങ്ങളും കോടികളുമുള്ള പുരുഷന്മാർ, ഭർത്താക്കന്മാർ അവർ സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുഭവിക്കുകയാണ്. പിന്നെ അവർ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കാൻ ഇവർ തയ്യാറല്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഒരു പുരുഷ കമ്മീഷൻ നിലവിൽ വരേണ്ടതും ഇവിടുത്തെ ആണുങ്ങൾക്ക് അവരായിട്ടുള്ള നിയമങ്ങൾ, അവർ പറയുന്ന നിയമങ്ങൾ, അത് വേറെ ഒന്നും കണ്ട നമ്മളെ ഇന്ത്യൻ പീനൽ കോഡ് പറയുന്ന നിയമങ്ങൾ കുറച്ചെങ്കിലും അവർക്ക് കിട്ടത്തക്ക രീതിയിൽ ഒരു നിയമം വരണം. അതിന് ഒരു പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. ഇവിടെ ആണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ആത്മഹത്യയിൽ പോലും അവരെ പെണ്ണുങ്ങൾ പെടാൻ പാടില്ല, മക്കൾ പെടാൻ പാടില്ല, ഒന്നും ചെയ്യാതെ ആത്മഹത്യ ചെയ്യുന്നു ഒരുപാട് പേര്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം എത്രയും പെട്ടെന്ന് തേച്ചു മാച്ച് കളയാനും എടുക്കാനും കഴിയുന്ന രീതിയിൽ ഒരിത് വേണം. വനിതാ കമ്മീഷനിൽ പുരുഷന്മാരെ ക്ഷണിക്കും. അവർ ക്ഷണിച്ചിട്ട് അവരുടെ വാക്ക് കേൾക്കത്തില്ല. പെണ്ണുങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് അവർ വൺ സൈഡ് നിയമം നടപ്പിലാക്കുന്നു. ഇത് മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പല പുരുഷന്മാരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്താൽ മതി എന്നും പറഞ്ഞ് കുറച്ച് പെണ്ണുങ്ങൾ. നമുക്ക് പെണ്ണുങ്ങൾക്ക് എതിരൊന്നുമല്ല, തെമ്മാടത്തിനെ കാണിക്കുന്ന ആണുങ്ങളെ ശിക്ഷിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പല നല്ലവരായ പുരുഷന്മാരെയും സ്ത്രീകൾ ജനങ്ങളുടെ മുമ്പിൽ താറടിക്കുകയും കോടതിയിൽ കൊണ്ടുവരികയും കോടതിയും അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും. അതുകൊണ്ട് എനിക്ക് മോളുണ്ട്, എനിക്ക് മക്കളുണ്ട്, ആ മക്കളുണ്ട്, പെൺമക്കളുണ്ട്. എനിക്ക് എൻ്റെ എല്ലാ മക്കളും ഒരുപോലെയാണ്. പക്ഷേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം കൊണ്ടുവരണം. ആ നിയമം ശക്തിയുക്തമായിരിക്കണം. ഇന്ന് ബിവറേജ് കൈയടക്കുന്നത് 25% പെണ്ണുങ്ങളായിപ്പോയി. ഞാൻ കാണുന്നതാണ്. അതിലിപ്പോൾ തെറ്റെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ വരട്ടെ. അവർ സമത്വം അവരുണ്ടാക്കട്ടെ. ആണുങ്ങൾ വെള്ളം അടിക്കും, അവരാളുകൾ അടിച്ചോട്ടെ. ആണുങ്ങൾ പനയെ കയറിക്കോട്ടെ, അവർ കയറിക്കോട്ടെ. അതിനൊന്നും ആരും തടസ്സമില്ല. ബസ് ഓട്ടിക്കുന്ന പ്ലെയിൻ ഓട്ടിക്കുക എല്ലാം ചെയ്യാം. പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കണം. ഇത് നമ്മുടെ മാനവരാശിക്ക് നല്ലതായിരിക്കണം. ഒരു കുടുംബകലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ വനിതാ കമ്മീഷനിൽ പോയി കഴിഞ്ഞാൽ വനിതകളുടെ വാക്ക് മാത്രം കേൾക്കാതെ ആ പുരുഷൻ്റെയും വാക്ക് കേൾക്കുന്ന വനിതാ കമ്മീഷന്മാർ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ്. ഇതിന് ആരെങ്കിലും മുന്നോട്ട് വരുമെന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലെ ഏറ്റവും ആരെങ്കിലും വരുമെന്നുണ്ടെങ്കിൽ, ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ അതിനു വേണ്ടി പോരാടുന്നവനാണ്. ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കും. എൻ്റെ 99 46 50 24 93 ആണ് എൻ്റെ നമ്പർ. അങ്ങനെ വല്ല ഉദ്ദേശമുള്ളവർക്ക് എന്നെ വിളിക്കാം, ഞാൻ സഹകരിക്കും. ഓക്കെ.